ഈ കാണുന്ന കേട്ടോ സാക്ഷാൽ രുദ്രാക്ഷം. നമ്മുടെ മാലകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇത് പഞ്ചമുഖമാണ് കൂടുതലും. ഇതിനകത്ത് ഏകമുഖവും കാണുമായിരിക്കും. കാരണം ഏകദേശം ഒരു 2-3 വർഷങ്ങളായിട്ട് ഇവരൊരു മരത്തിൽ നിന്ന് ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. 100-150 കിലോ ഉണ്ട്, ഒരു വലിയ ചാക്ക് നിറച്ചുണ്ട്. ഇവർ ഈ രുദ്രാക്ഷം വെച്ച് കോർത്തെടുത്തൊരു മാലയാണ് കേട്ടോ അത്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ എണ്ണ മാത്രം ഇട്ടിട്ട് ചെറുതായിട്ട് പോളിഷ് ചെയ്ത് വിട്ടാണ്. രുദ്രാക്ഷം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നന്നായിട്ട് കായ്ച്ചു. ഇതാണ് ഒറിജിനൽ രുദ്രാക്ഷം. നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചത്? ഞാനൊരു റിസോർട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ MD മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ ഒരു തൈ കൊണ്ട് വെച്ചതാണിത്. ഒരു വർഷം ഒരു 3 പ്രാവശ്യമെങ്കിലും കായ്ക്കുന്നുണ്ട്. ഓഹോ, എല്ലാം എന്നും ഉണ്ട്. ഇതിൻ്റെ പഴത്തിന് എന്ത് കളറാണ്? പഴത്തിന് ഒരു വയലറ്റ് കളർ വരും, നീല കളർ. ഇതിനകത്ത് ഇതെങ്ങനെ മാല കോർക്കാൻ അന്നേരം എങ്ങനെ? ഇതിനൊരു ഹോളുണ്ട്. ഇതിനകത്തുണ്ടോ ഹോള്? ഇത് നമ്മളൊരു സൂചി വെച്ച് ഇതേ ഒരു ഹോളുണ്ട്. ഇതിൻ്റെ ഹോളുണ്ട്, അതൊരു സൂചി വെച്ച് അങ്ങോട്ട് തെളിച്ച് കൊടുത്താൽ ഹോളാണ്. ഇതിൻ്റെ കുരു മുളപ്പിച്ചെടുത്താണ്. ഇതൊരു ഏതാണ്ട് ഒരു 4 മാസം പ്രായമുള്ള തൈയാണ്. ഇത് ഒരു 8 വർഷം വേണ്ടി വരുമോ കായ്ക്കാൻ? വേണ്ട, 3-ാം വർഷം കായ്ക്കും. 3-ാം വർഷം കായ്ച്ചു വരും. 3 അല്ലെങ്കിൽ മാക്സിമം 4 വർഷം. 8 വർഷം കൊണ്ട് ഇവൻ ഇത്രയായി അടിപൊളിയായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലൈമറ്റിലും ഇത് ഉണ്ടാവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.